ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു അടിപൊളി സ്പെഷ്യൽ ദം ചിക്കൻ ബിരിയാണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത്, ചിക്കൻ ബിരിയാണി. അപ്പം ഞാനൊരു സ്പെഷ്യലായിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈദൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഈ സ്പെഷ്യൽ ദം ചിക്കൻ ബിരിയാണി എന്തുകൊണ്ടൊന്ന് ഷെയർ ചെയ്തുവിടാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. എനിക്ക് ഇങ്ങനെയോ ഇഷ്ടമുള്ളൂ, എൻ്റെ വീട്ടിലെ കുട്ടികൾക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ബിരിയാണി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം മാരിനേഷന് വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് മല്ലിപ്പൊടിയാണ്, നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതും കൂടാണ് നമ്മൾ മസാലപ്പൊടികൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ അരച്ചത്, 2 ടേബിൾ സ്പൂണാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതുപോലെ അരച്ചത്. പിന്നെ ഞാനൊരു 5 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു 5 പച്ചമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. പിന്നെ ഒരു 1/2 കപ്പ് എണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അത് മറക്കരുത്, ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. ഈ ചിക്കനായിട്ട് നമ്മൾ നല്ലപോലെ പുരട്ടിയെടുക്കണം. നമുക്ക് കൈവച്ച് തന്നെ നല്ല വൃത്തിക്ക് പുരട്ടിയെടുക്കുക, എന്നാലേ എല്ലായിടത്തും മസാല ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മൾ കൈവച്ച് ഇത് ഒന്ന് പുരട്ടിയാലേ നമുക്ക് മസാലയെല്ലാം ചിക്കനിലൊന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. മസാലയെല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്നൊന്ന് പുരട്ടി വെക്കാം. സാധാരണ ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന തലേ ദിവസം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു രുചി വരും. നമ്മൾ തലേ ദിവസം ആലോചിക്കുമല്ലോ, ഇന്ന് നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അന്ന് തന്നെ ചിക്കൻ ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഞാൻ തലേ ദിവസം വെക്കാറുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 hours, ഒരു 4 to 6 മണിക്കൂർ വരെയെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴേ ബിരിയാണിക്ക് നല്ലൊരു രുചി വരുത്തുള്ളൂ. ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് വെക്കാറുള്ളത്. മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒന്നേ തലേ ദിവസം അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്നതിൻ്റെ അന്ന് ഒരു 4 to 6 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവെല്ലാം ഒരു 2 കിലോ ബിരിയാണി വെക്കാൻ വേണ്ടിയുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. 2 കിലോ ബിരിയാണി എന്ന് വെച്ചാൽ ഞാൻ 2 കിലോ ചിക്കനും എടുത്തേക്കുന്നുണ്ട്, 2 കിലോ ബിരിയാണി റൈസുമാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ടോട്ടലി. അപ്പോൾ അതിനുള്ള മസാലയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. 2 കിലോ ചിക്കനും 2 കിലോ ബിരിയാണി റൈസിനും വേണ്ടിയുള്ള മസാലയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ബിരിയാണി ഈ ടൈപ്പ് ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ എല്ലായിടും നല്ലപോലെ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡിലുള്ള മസാല എല്ലാം കൂടെ നല്ലപോലെ വടിച്ച് അതിനകത്തോട്ട് എല്ലാം മസാലയാക്കാം. ചിക്കനിലൊക്കെ നല്ലപോലെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4 to 6 hours എങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് ചിക്കനിൽ മസാല എല്ലാം നല്ലപോലെ പിടിക്കുകയും ചെയ്യും, ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് വേവിക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് ചൂടായി തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്തോട്ട്
കല്ലുപ്പ് ഇട്ട് കൊടുത്ത്. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്തത്. അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ബിരിയാണിയുടെ റൈസിന് ഉപ്പ് വരുന്ന ഭാഗത്തിന് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാനൊരു 10-15 കുരുമുളകും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കുന്നു. കുരുമുളകും 2 ബേ ലീഫും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ജസ്റ്റ് വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടി തിളയ്ക്കട്ടെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ റൈസ്, ഇത് 2 കിലോ റൈസാണ്. ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ റൈസ് വെള്ളത്തിൽ. സോക്ക് ചെയ്തതിന് ശേഷം ഞാനിത് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചേക്കുവാണ്. വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസാണ്. അപ്പോൾ ഇതാ വെള്ളമെല്ലാം നല്ലപോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റൈസ്, നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ റൈസ് കുക്കാവുമ്പോൾ ഒരു 100% ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മളൊരു 70% ഇത് വേവിച്ചെടുക്കുന്നുള്ളൂ. കാരണം 70% നമ്മളിത് വേവിച്ചെടുക്കുന്നത് വെച്ചാൽ നമുക്കിത് ചിക്കൻ്റെ കൂടെ വീണ്ടും ഇട്ട് വേവിക്കാനുള്ള റൈസാണ്. അതുകൊണ്ടാണ് നമ്മളിതൊരു 70% നമുക്ക് ഈ റൈസ് വെന്ത് കിട്ടിയാൽ മതി. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ആണ്. അപ്പം നമുക്ക് ഇതാണ്ട് എല്ലാ റൈസും ഞാൻ അതിനകത്തോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസും വെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 70% ആകുമ്പം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ്ട് അരിയൊക്കെ നല്ല ഒരു, ഞാൻ പറഞ്ഞ രീതിയിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ട് നോക്ക്, കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഒരുപാടൊന്നും വെന്തിട്ടില്ല. ഞാൻ വിചാരിച്ചത്ര 70% വരെ വെന്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്ക്, ഈ ഒരു പരുവായിരിക്കണം നമ്മുടെ റൈസ്. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 70% ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. കാരണം നമുക്കിത് ഇനി ചിക്കൻ്റെ കൂടെ കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 ബേ ലീഫ്, 4 സ്റ്റിക്ക് പട്ട, പിന്നെ ഒരു 10-25 കുരുമുളക്, പിന്നെ ഒരു 10 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 8-9 ഏലക്കായ്. ഇതെല്ലാം കൂടെ ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ബേ ലീഫ് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തൈരും ഈ മസാല എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബഞ്ച് ഓഫ് പുതിനയിലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബഞ്ച് ഓഫ് മല്ലിയില, പിന്നെ ഒരു 5 പച്ചമുളക് ഞാൻ 2ആയിട്ട് കീറി വെച്ചേക്കുകയാണ്. നേരത്തെ നമ്മളൊരു 5 പച്ചമുളക് ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കൊരു 5 പച്ചമുളക് വേണം. പിന്നെ ആവശ്യത്തിന് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ഇത് റോസ് വാട്ടർ ഞാൻ മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. റോസ് വാട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഉള്ളി വറുത്ത് വെച്ചേക്കുവാണ്, സവാള വറുത്ത് വെച്ചതാണ്. ഒരു 6 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണയിലാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ 6 മണിക്കൂറിന് ശേഷം എടുത്ത ചിക്കനാണിത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ മെൽമ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി ഞാൻ വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. നല്ല കുഴിയുള്ളൊരു കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഈ എണ്ണ നേരത്തെ ഞാൻ സവാള ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയാണ്. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആക്കണ്ട. അപ്പം നമ്മൾ ആ എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. എന്നിട്ട് എണ്ണ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി നമുക്ക് ആ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ എല്ലാ സൈഡിലും ഒന്ന് ആയി കിട്ടും. ഇനി നമുക്ക് ഈ പാനിലോട്ട് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഒരു ലെയറിലാണ് മൊത്തവും ചിക്കൻ നമ്മൾ ഒരു ലെയറിൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി എല്ലാ ചിക്കനും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഓണാക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വെച്ച തൈരുണ്ടല്ലോ, മറ്റേ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച തൈര്, അത് ഞാൻ 1 കപ്പ് തൈരാണ് അതുകൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടും ഒന്ന് ആവുന്നിടം വരെ സ്പൂൺ വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തൈര് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള, ഞാൻ 6 സവാളയെ ഫ്രൈ ചെയ്ത് വെച്ച് അത് കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനും വേണ്ട, കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെയും നമുക്ക് യൂസ് ഉണ്ട്, അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സവാള ഫ്രൈ ചെയ്തത് നമുക്കതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പിടി പുതിനയിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 5 പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ നടുകി 2ആയിട്ട് കീറി വെച്ചേക്കുന്ന പച്ചമുളകാണ്. അങ്ങനെ 5 പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഈ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഒറ്റ ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ റൈസ് നമ്മളൊരു 3 ലെയറിലാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ റൈസെല്ലാം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലയും കൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇത് ഗരം മസാല കുറച്ച്, പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഒന്ന് വിതറി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ നെയ്യ് നമുക്ക് ആവശ്യത്തിന്, ബിരിയാണിക്ക് വേണ്ട ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലർക്കൊക്കെ കുറച്ച് നെയ്യ് മതി, അപ്പം അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഞാനിത് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് നല്ല മയം എല്ലാം ഈ ചോറിന് കിട്ടാറുണ്ട്. ഞാൻ ഇത്രയാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും പിന്നെ മല്ലിയിലയും പുതിനയിലയും. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ 2 പ്രാവശ്യവും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, റൈസ് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റ് ലെയർ മേളത്തെ ഭാഗമാണ്. ആ മേളത്തെ ഭാഗം ഈ റെഡ് കളർ റൈസ് എടുക്കുന്നത് വെച്ചാൽ ഞാൻ നമ്മുടെ ചിക്കൻ്റെ മസാല വന്നല്ലോ, അത് കുറച്ച് പാനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ട് ആ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, ആ മുളകിൻ്റെയൊക്കെ അതിലൊന്ന് പുരട്ടി എടുത്തിട്ട് ഞാൻ മേളിലൊന്ന് ഇട്ട് കൊടുത്തത്. അത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല. അതിൻ്റെ മേളിലൊന്ന് ഞാൻ പുരട്ടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ഞളുടെയും റോസ് വാട്ടറിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും നെയ്യും എല്ലാം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യേണ്ട ടൈമിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്, പിന്നെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്. ഇത്രയും മതി. ഇത്ര ആകുമ്പോഴത്തേനും നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം.
അടച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ലിഡിൽ എന്ന് വെച്ചാൽ ഈ ബിരിയാണി അടച്ചു വെക്കാൻ പോകുന്നതിൻ്റെ ലിഡിൽ ഞാൻ ഇതുപോലെ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു. മൈദ മാവ് ഞാൻ കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ലിഡിൽ അതിൻ്റെ അടപ്പിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മൈദാമാവ് വെച്ചാണ് ദം ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഫോയിൽ പേപ്പർ വെച്ചായാലും നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാറുണ്ട്. അല്ലെങ്കിൽ അടിയിലൊരു നല്ല വൃത്തിയുള്ളൊരു തുണി നമ്മൾ മേളിലോട്ടിട്ടിട്ട് അടിയിൽ കൂടി ഇട്ടിട്ട് നമ്മളത് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ മാവ് ചുറ്റിയിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അങ്ങനെയെല്ലാം നമുക്ക് നല്ലോണം സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു വെയിറ്റ് മേളിൽ വെച്ച് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ആവിയൊന്നും പുറത്തു പോകത്തില്ല. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിം, 15 മിനിറ്റ് മീഡിയം ഫ്ലെയിം, 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയാവും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് കുക്കായിട്ടുണ്ട് ബിരിയാണി. നമ്മൾ വെയിറ്റും അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അരമണിക്കൂറും പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മൈദയൊക്കെ ഒട്ടിച്ച് നമുക്ക് എടുത്ത് മാറ്റാം. മാറ്റിയിട്ട് നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്താൽ അടിപൊളി നല്ല മണമൊക്കെ നല്ല മണം വരുന്നുണ്ട് ബിരിയാണിയുടെ. നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും. മണം കേൾക്കുമ്പോൾ പറയാം ബിരിയാണിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ റൈസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനൊരു സ്പൂൺ വെച്ച് നമുക്ക് റൈസ് ഒന്ന് മാറ്റി നോക്കാം എങ്ങനെ അത് വെന്തിട്ടുണ്ടെന്ന്. ഇതാണ്ടേ നോക്ക്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ്ട് നല്ല വിട്ട് വരുന്നുണ്ട്. റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ല വിട്ട് റൈസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടിപൊളി. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് എന്നിട്ട് നമുക്ക് ഒരു ചിക്കൻ പീസും കൂടെ വെക്കാം. സാധാരണ നമ്മൾ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് കൊടുക്കുമ്പോൾ 2 ചിക്കൻ പീസ് കാണും. നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. 2 ചിക്കൻ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ചിക്കൻ എടുക്കാം. നമുക്ക് അടിയിലാണ് ചിക്കൻ. അപ്പോൾ ഞാൻ ചിക്കൻ എടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതാണ്ട് ചിക്കൻ പീസും കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ പീസാണ് നമുക്ക് കിട്ടിയത്. അതും കൂടെ നമുക്ക് പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് അരിഞ്ഞത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കങ്ങ് കഴിക്കാം. അപ്പം അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പെരുന്നാളിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുകയോ മാത്രമല്ല നിങ്ങൾ ഓർക്കുകയും ചെയ്യും, ഓഫ് സൂപ്പർ ബിരിയാണിന്ന്. അതുപോലെ എന്ത് എളുപ്പമാണെന്നറിയാം ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ലെന്തി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ലെന്തി വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ചിക്കൻ പുരട്ടി വെക്കുന്ന ആ താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ തലേ ദിവസം ഒന്ന് പുരട്ടി വെക്കാം. പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് കടായിലോട്ട് ഇട്ട് കൊടുക്കുക. റൈസ് പകുതി ഒരു 70% വേവിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ദം ചെയ്യുക. റെഡി. 30 മിനിറ്റുള്ളിൽ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പെരുന്നാൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കണം. പ്ലീസ് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി വിട്ടാൽ മതി. അപ്പോൾ ഞാൻ കണ്ടോളാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അടിപൊളി ഈ സ്പെഷ്യൽ ദം ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് അവരുടെ ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. അപ്പം വീണ്ടും പുതിയ അടിപൊളി ഒരു കിടില റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.